നോക്കുന്നേ നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ഞാനിപ്പോ എല്ലാരും വിളിച്ച് പറയാൻ പോവാ. കണ്ട കണ്ട അവൻ അതിനെ താഴെ വെള്ളം കിടന്നോണ്ട് എന്തോന്ന് സീൻ. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? എന്താടാ നിലത്ത് കിടന്ന മാറുമെന്ന് കുട്ടിയോട് ആരാ പറഞ്ഞു? ഞാനാ പറഞ്ഞമ്മ. കഷ്ടം. അറിയാൻ മേലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പലകയിട്ട് വേണം കിടക്കാൻ. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലമ്മേ. ഇതൊക്കെ ഇപ്പൊ ആദ്യരാത്രി എവിടെ നിന്ന് കിട്ടാനാണ് ഈ പലക? ഇത് പലക കെട്ടിലല്ലേ ആ ബെഡങ്ങ. കാഞ്ഞിരത്തിന്റെ പലകയാ, നടുവേനയ്ക്ക് നല്ലതാ. ഇനി നിങ്ങൾ अच्छा गद्दा हटा दिया। गुड नाइट अम्मा। अब क्या करेगा? अब खुद ले जाए। अच्छा नीचे जा रहा है सोने के लिए अब। നിന്റെ വീട്, നിന്റെ മുറി, നിന്റെ കട്ടിൽ. എനിക്ക് ഞാൻ വച്ചിട്ടുണ്ടടി. നീ അനുഭവിക്കും. നിന്നെ നാളെ മുതൽ ഞാൻ കരയിപ്പിക്കും. അലറി അലറി കരയിപ്പിക്കും. എന്റെ വീട്ടുകാരോ സത്യം അറിഞ്ഞ അതോടെ നിന്റെ കാര്യത്തിന് ഒരു തീരുമാനമാകും. ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് आजकल खुश होंगे वो। പറഞ്ഞപ്പോ एत्र പെട്ടെന്ന് തീർന്നല്ലേ അനിയ. ഞാൻ പുകഴ്ത്തി പറയാന്ന് बिना काम के सैलरी कैसे मिलती है इसे? ഈ വക ठंडा क्या वहाँ पे? और नहीं तो क्या? अरे उसको क्यों बोल रहा हूँ नहाने के लिए? ताकि उन्हें लगे कितनी अच्छी है। ये और भी ज्यादा कमा देख रहा हूँ भी साउंड। अच्छा गाय का दूध निकालेगा, उससे निकलवाएगा। कैसे करेगी वो? दूध निकालने के लिए ची 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 ची। वहाँ ने देख लिया। चटनी पीस रही है। पोचा नहीं मारा रहा। जान बुझ के क्या? किचड़ में ची 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 ची। उसमें गिरा दे पानी। 3-4 ദിവസമായി ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് നിനക്കൊന്ന് പറഞ്ഞു തരാവോ? നിന്റെ ഭാര്യയെ നല്ലതായി കാണിക്കാനാണ് ഈ പെടാപ്പാട് ആണെങ്കിൽ सब पता चल गया इसके मुंह में नाटक कर रहे हैं। നിന്റെ കാര്യായോണ്ട് ഒന്നും പറയാൻ പറ്റില്ലേ. ഉണ്ടടാ സൗന്ദര്യം. പഴഞ്ചൊല്ലൊന്നല്ലോ. അതിന്റെ മണത്തിന് നീ പൂശുന്ന സെന്റിനേക്കാൾ പരിശുദ്ധി ഉണ്ടടാ. എന്നാ പിന്നെ നിങ്ങളുടെ ഇന്നത്തോടെ നിന്റെ किसी लड़की से बात कर रहा है। പറയാൻ നിൽക്കണ്ട കേട്ടോ, മനസ്സിൽ വെച്ചോ. എന്താ പുള്ളി ടൈം പാസ്. ആന്റിയോട് എന്റെ അന്വേഷണം അറിയിക്കണം കേട്ടോ അങ്കിൾ. उससे कोई फर्क नहीं पड़ता। അത് ശരി. അപ്പൊ ഇത് സ്ഥിരം കലാപരിപാടിയാണല്ലേ? എന്ത് ഈ സൊള്ളല് ഞങ്ങളൊന്നും കാണാം. ഇതാണ് എന്തുവാ മനുങ്ങൾ എന്താ വേണ്ടേ? നീ നമ്മുടെ കുളത്തില് क्यों भाग रहे ऐसे इन? क्या हुआ पॉन्ड में? ജലകന്യക്ക്. अच्छा वो स्विमिंग कर रही है। कर रही है।
जैसे भीड़ पड़ी है मतलब उसका भाई भी देख रहा ओ उसकी माँ ने भी देख लिया दूसरे के लोग ഇവിടെ നടന്ന പുകിലൊക്കെ നീ അറിഞ്ഞില്ലേ? उसको पूछे മകള് അടിവസ്ത്രം ഇട്ടോണ്ട് കുളത്തിച്ചാടി ആണാലൊക്കെ നാട്ടുകാര് കണ്ടു. കോണം മാതിരി ഒരു സാധനം കൊടുത്തുകൊണ്ട് വൃത്തികേട്. അയ്യേ വൃത്തികേടൊന്നുമില്ലായിരുന്നു. ये भी कम थोड़ी है इतना നീയല്ലേ ഈ വീട്ടിലെ കാരണവര്? എട്ടും പൊട്ടും തിരിയാത്തോണ്ട് വായന്ന് വന്നത് കേട്ടില്ലേ? ഇവനൊക്കെ വലുതായ എന്താവൂ? എന്താവാൻ ആ മാത്രം എന്തിനാ ഒഴുക്കിനെതിരെ നീന്തുന്നത്? അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക, അത്രേ ഉള്ളൂ. സങ്കടവും ദേഷ്യമൊക്കെ വരുമ്പോ എന്തെങ്കിലും വിളിച്ചു കൂവുന്നല്ലാതെ മുത്തശ്ശി ആളൊരു പാവാ. ഓക്കെ ഓക്കെ കഥ ക്രാപ്പ്. എന്തായാലും നമ്മൾ തിരിച്ചു പോകുന്നു. ഭയക്കണം. ഇയാൾ എന്റെ ഭാര്യയാണെന്ന് വീട്ടുകാര് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. അവർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗവൺമെന്റ് അതോടെ हाँ वही थोड़ा भी डाउट हो गया तो इसको तो सीधे जेल होगी. यहाँ भी प्रूव करना पड़ेगा क्या? अरे उसकी अगर मतलब गवर्नमेंट उसकी फैमिली से पूछती है तो अगर वो सही में बता देंगे कि इनके बीच कुछ नहीं है तो फिर फंस नहीं जाएंगे वो. അതിന്റെ അർത്ഥം your ideas have been. कौन सा आइडिया है इसके दिमाग में? പുറത്തു പോകാനോ? എവിടെ? I don't know. This is your place. You take me out. अगर उसको पूरा गांव खेत दिखा रहा अपने चलो मशीन लगी उधर है गायब हो गई. मशीन में बैठ गए ओ ये हूँ लग गया वहाँ गिरा लाइक कर ओ थप्पड़ मार दिया उसको ओ वोटिंग रेस होती वोटिंग हो है रही है रेस होती ना वो वहाँ. उसमें कैसे खेल रहे हो पानी में उसके बाप ने उसके बाप ने तो देख लिया गिर जाएंगे ऐसे में तो. एक बढ़िया साइकिल लेनी घूमने के लिए इसमें खूबसूरत जगह है ना ओ अब आगे खड़ा है ओ वो तो नशा था एंकर की कच्चे शराब थे चाय लग रहा मुझे ഷാപ്പിലോ? ഏത് ഷാപ്പിൽ? ഷാപ്പ് ഏതാ? നോക്കും. ഇന്നേ വരെ നാട്ടുകാർക്ക് ഈ കുടുംബത്തിനെ പറ്റി പറഞ്ഞു ചിരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഞാനൊന്നും വരുത്തണ്ട, ഞാൻ പറയാം. നീ ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തിനും ഏതിനും നിങ്ങൾ അവനെയാണല്ലോ കുറ്റപ്പെടുത്തി ऐसे जा रहे थे बात करने के लिए അപ്പോ കുറ്റം സമയത്തിന്റെ അല്ലാതെ അവന്റെ അല്ല. ഇങ്ങനെ എല്ലാറ്റിനും അവനെ ന്യായീകരിച്ചു എന്തെങ്കിലും അവന്റെ കാര്യം പറഞ്ഞ പിന്നെ നമ്മൾ തമ്മിൽ വഴക്കായി. പെണ്ണ് കെട്ടിയാൽ കാല് കെട്ടി, പിള്ള പറഞ്ഞാൽ വാ കെട്ടി. നശിക്കും.
കുടുംബത്തിനൊരു ദോഷമാവില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ പേരൻസ് ഓസ്ട്രേലിയക്ക് പോയതാ. അതോടുകൂടി എൻ്റെ ചൈൽഡ്ഹുഡ് കൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെല്ലാവരും കണ്ടപ്പോൾ എനിക്ക് എല്ലാവരും തിരിച്ചു കിട്ടിയെന്ന് ഓർത്ത് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. कल ऐसे ड्रामा कर रही कि ड्रामा करने में माहिर हो और उसकी दादी कैसे इमोशनल हो रही है. മാപ്പ് ചോദിക്കുന്നു. എനിക്ക് എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്. പക്ഷെ പ്ലീസ് എന്നെ ശപിക്കരുത്. सही में तो नहीं बोल रही थी वो. हैं? हाँ हम सही में बोल रही थी अपनी स्टोरी बचपन की. सही में बोल रहे थे यार. മോളെ നോക്കാതെ വിളിച്ചു പോവും. പെട്ടെന്നൊരു ദിവസം മോളെ ഈ വീട്ടിൽ കയറി വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇഷ്ടമുള്ളവരെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് വേദന തോന്നില്ലേ? സ്നേഹമുള്ളിടത്തെ നിങ്ങൾ പുതിയ തലമുറയിലെ കുട്ടികൾ ചില കുറുമ്പുകളൊക്കെ കാണിക്കും. അത് ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതിയൊക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് समझ. പിന്നെ ലേശം അടിക്കണമെന്ന് തോന്നുമ്പം മുത്തശ്ശിയോട് അവിടെ അങ്ങ് പിടിച്ചു പോയെന്ന് തോന്നല്ലോ. എന്താ തിരിച്ചു വരാൻ പ്ലാനൊന്നും ഇല്ലേ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ और उसको भी अच्छा लग रहा ना वहाँ. ഇവിടെ ഉണ്ട്. പക്ഷേ അവന്റെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. സംതിങ് ഇസ് നോട്ട് റൈറ്റ്. कैसा ऐसे डर रहा है. नहीं वो देख उसको देख रहा ना कि അയ്യോ ആ ഇന്ന് നേർക്ക് കല്യാണമൊന്നുമില്ലേ? उसके पापा बैठे. हाँ ഒന്ന് നിൽക്കൂ. എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ പോകുന്നതിൽ വിരോധമില്ലല്ലോ അല്ലേ? ഞാൻ പോകുന്നുണ്ട്. അതെന്തൊരു ചോദ്യവാ. കല്യാണ ചെക്കൻ മനു अच्छा इसके दोस्त की शादी है शादी शायद. है. അല്ല പറഞ്ഞതേ ഉള്ളൂ. വായിലെ വാക്കിന് കരം കൊടുക്കണ്ടല്ലോ. ഉമ്മ കൊടുക്കുന്നു. എന്താ साड़ी ആക്കാൻ പോവാണ്. जरूरत है उसके लिए चाय ला रही है. നിനക്ക് പണിയാൻ താരാടി. കൈപ്പുണ്യം തന്നെയാ. ഇത്രയും നല്ലൊരു ചായ അടുത്ത കാലത്തൊന്നും ഞാൻ കുടിച്ചിട്ടില്ല. അല്ല നമ്മുടെ ആ റൗഡി വാസു അയാളിപ്പോഴും ജയിലിലാണ്. ആ നശിച്ച ജന്തു 2 മാസമായിട്ട് ഇവിടെ ഉണ്ട്. ये कौन है? उसका बेटा तो അയാളെപ്പോഴും ഭാര്യ തല്ലാറുണ്ടാ? ഉണ്ടോന്നോ? कोई और लेडी है. വൈകുന്നേരം 6 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഷാപ്പിൽ कोई നിന്ന് और है. എത്ര മണിയെന്ന് പറഞ്ഞേ? 6 മണി. ഒന്ന് വേഗം വരണട്ടോ. നമ്മളെ उसके ഇങ്ങോട്ടാ പോകുന്നത്. दोस्त का वो है शायद. ഇവിടെ അടുത്ത് സൺസെറ്റ് उसके കാണാൻ. दोस्त के घर दोस्त था. का शायद. कितना अच्छा है ना. Sunset. पानी पानी जाता है. അതെന്താന്ന് വെച്ചാല് 3 തോടുകള് കായലിൽ വന്ന് ചേരും. അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള സൺസെറ്റ്. फिर से वही आदमी. मार रहा. ആരും അവരെ സഹായിക്കാനും. എന്ത് പറ്റി? ലേസ് അഴിഞ്ഞതാ. जानबूझ के बोला उसने ताकि वो रामदो में जूते बांध रहा है. चले गए वो. अबे അയ്യേ ഇവനും പേടിച്ച. ഇവനൊക്കെ എന്ത് റൗഡി കഞ്ഞി. वो वही तो चाहता था वो. कैसे मार रहा हो? ഈശ്വര കാര്യങ്ങൾ കൈവിട്ടു. पीटना से था यही पीटी है. हैं? अरे बहुत ताकतवर है. ओ गड्ढा कर दिया. अब गिरो. कम नहीं है ये. हैं? വല്ല കാര്യം ഉണ്ടായിരുന്നോ? दोनों को फेंक दिया. എല്ലാം ഓരോന്ന് പഠിക്കുന്നേ. ദാ,
മോളിതങ്ങ് കുടിച്ചേ, ഉള്ളിലുള്ള ചതവൊക്കെ പോട്ടെ. क्या पी रही है काढ़ा दवाई काढ़ा काढ़ा എന്നാലും നിങ്ങൾ എന്തിനാ ആ ഭാഗത്തേക്ക് പോയത്? സൺസെറ്റ് കാണിക്കാൻ കൊണ്ടുപോയതാ. സൂര്യാസ്തമയം പോയതല്ല, അവിടെ കണ്ട് നിന്ന സൂര്യൻ തോട്ടിലേക്ക് പോകുന്നത് കാണാന്നും പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയതാ. എന്നിട്ട് തോട്ട് ഇല്ലല്ലോ. അത് ശരി. അപ്പൊ എന്നെ തല്ലേന് ഒരു കുഴപ്പമില്ലല്ലേ? എടാ നീ ഒരു ആണല്ലേ? അതെന്താ? क्या स्लिप മറ്റേ, അമ്മേ, ഇടി കൊള്ളുന്നവന്റെ വായിന്ന് കൊച്ചു കൊച്ചു വാക്യങ്ങളെ വരൂ. അയ്യോ അമ്മേ. എന്തായാലും വാസുവിനെ ഞാൻ വെറുതെ വിടില്ല. അമ്മേ, അച്ഛൻ കോട്ടയത്ത് നിന്ന് വരുമ്പോ കുറച്ച് ഗുണ്ടകളോടി കൊണ്ടുവരാൻ പറയണം. എന്തിനാ? लेगा क्या उससे അതൊരു കാര്യമില്ല. വാസുവിന് ജയിലില് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഭാര്യ വീട് പോലെയാ. ആ SIക്ക് കുറച്ച് കൈക്കൂലി കൊടുത്തിട്ട് നന്ദി വാസു. എടാ, അടി. ഓ, എന്നെ അങ്ങോട്ട് കൊല്ല്. നാട്ടിലോടി വീട്ടിലോടി. സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ എനിക്ക് പറ്റില്ല. ഈ കുടുംബത്തിൽ ഇന്നേ വരേക്കും ഒരാൾക്കും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടില്ല. എനിക്കും പലപ്പോഴായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനിത് കേൾക്കണം. അവന്റെ തലവട്ടം കണ്ടപ്പോ തുടങ്ങുക എനിക്ക് ഇങ്ങനൊരു ജന്മത്തെ തന്നത്. തറവാട് മുടിക്കാനുണ്ടായ നാശൂലം. मुझे बुरा लग रहा है അതൊന്നുമല്ല, ഇതൊക്കെ എന്റെ കൂടെയുള്ള പ്രശ്നങ്ങളാ. അച്ഛൻ മനുവിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇവരൊന്നും എൻ്റെ ആരും അല്ലായിരുന്നു. പക്ഷെ ഇപ്പോ അവരെന്നോട് കാണിക്കുന്ന ഈ സ്നേഹം അതെനിക്ക് എന്റെ വീട്ടുകാര് हाँ इसकी फैमिली भी उसको पसंद करने लगी अब എന്തായാലും നമ്മൾ പിരിയേണ്ടവരല്ലേ. അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മനുവും അച്ഛനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കണം. ബിക്കോസ് ഐ ലവ് ദിസ് ഫാമിലി. ये भी खुश हो गया इतनी डेंजरस अब कैसे नहीं चेंज हो गई सडन उसकी लाइफ में भी वो नहीं था ना प्यार इस वजह से क्या कैसा कर रही है बूढ़ी അല്ല, അമ്മ പറയായിരുന്നേ अच्छा शादी करवाने जाती है मंदिर में അമ്മ പറഞ്ഞത് ശരിയാണെന്നാ എനിക്കും തോന്നുന്നേ. ഞാനും അതിനെ കുറിച്ച് ആലോചിക്കാതിരുന്നില്ല. അതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് നടത്താം. പോരാ, എനിക്ക് പ്രായമൊക്കെ. ഈ 17-നോ 18-നോ അല്ലേ നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇന്ന് 9, ഈ 15 ഞങ്ങൾ കഷ്ടപ്പെട്ടോളാം. എന്തായാലും നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ കല്യാണം നടത്തും. अच्छा शादी करवाएंगे ना നമ്മൾ പോകുന്ന ഡേറ്റിന്റെ കാര്യം उन्होंने कल पेपर में कर लीजिए ना बस അത് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതാ. ഞങ്ങൾക്ക് അകത്തേക്ക് വരാവോ? വന്നോളാം മുത്തശ്ശി. ओ साड़ी कपड़े लेके आ लेके गई ना കല്യാണ സാരിയും ആഭരണങ്ങളുമാ. 100 വർഷത്തോളം പഴക്കമുണ്ട് ഇതിന്. മുത്തശ്ശിയുടെ കല്യാണത്തിന് ശേഷം ഇതെന്റെ. ഇവിടെ കെട്ടി വരുന്ന പെൺകുട്ടികള് ഇതുടുത്താണ് ആദ്യരാത്രിയിലേക്ക് പ്രവേശിക്കാറ്. നിങ്ങൾ अच्छा वो अब अलग अलग बोल ना ഞങ്ങളുടെ उनको ഒരു സന്തോഷം. शादी से पहले अलग अलग रहेंगे वो വണ്ടി अब ये कौन है इसके दोस्त है नहीं मैथ्यू है ये അപ്പൊ തന്നെ ഇവന്മാരെയും കുട്ടിങ്ങ് हाँ मैं For me, this is a life and death matter. Manu, you really disappointed me. അങ്ങനെ ഒരു ചതി ചെയ്യാൻ ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. Wow. പ്രിയ എന്ന് പറയുമ്പോഴുള്ളൊരു സോഫ്റ്റ്നെസ്. പുറമേ കുറെ ബഹളമൊക്കെ ഉണ്ടാക്കെങ്കിലും പ്രിയ ആളൊരു പാവമാണ് സാർ. അതുപോലെ അടുത്തറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ഓ, എന്റെ ഫ്രണ്ട്സ് പറഞ്ഞ അനാവശ്യം. നീ കാണിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. സാർ, അന്ന് സാറിന് കിട്ടാൻ അർഹത ഉണ്ടെങ്കിൽ ആ പ്രൊമോഷൻ സാറിന് തന്നെ അത് കിട്ടിയിരിക്കും. എനിക്ക് തന്നെയാണ് അർഹത. സാറിന് അർഹതപ്പെട്ടതാണെങ്കിൽ പ്രിയ തിരികെ പോകാതിരിക്കുന്നതിന് എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. ये बदला ना ले दिया പോയാ
അതെന്റെ നാടിന് മോശമല്ല സാറേ. दो डाला जब वो नहीं आना चाहता तो किसी को मारने लगी तो सबसे ज्यादा धुलाई सीखी इसके सारे कपड़े का। इसके सर में ना मार दे वो। उनकी धुलाई ढंग से। പ്രിയമോളിപ്പോ പുറത്തേക്ക് പോയല്ലോ. പുറത്തേക്ക് എങ്ങനെ? ഒരു വെളുത്ത കാറ് വന്ന് ഏതോ ഒരു ചെറുപ്പക്കാരൻ കൂട്ടിക്കൊണ്ടു പോകും. अरे उसके अच्छा इसका So एक्स everything हस्बैंड is है finished. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ നിങ്ങളുടെ ജോലി കഴിഞ്ഞിരിക്കുന്നു. സോ പ്ലീസ് डिवोर्स ले लिया अभी तो उसको पता भी नहीं है मनु को कि इसकी शादी भी है। हाँ ये दूसरी चीज़ घर नहीं रखी पता और उसने डिवोर्स भी दे दिया। വാട്ട്? ये इसकी मम्मी है? എന്നോട് വെറുപ്പാണെന്നറിയാം. No, never. I never hated you because we never loved each other. ഇവിടെ ഞാനൊരു അമ്മയെ കണ്ടു. യഥാർത്ഥ അമ്മയുടെ സ്നേഹം എന്താണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഒരിക്കലുമല്ല. ഇതുപോലെ നിങ്ങളുമായി പൊരുത്തപ്പെടാൻ സാധിക്കാതെ ഓടിപ്പോന്നവളാണ് ഞാൻ. ഞാൻ സൈൻ ചെയ്താൽ നിങ്ങൾക്ക് പപ്പയിൽ നിന്ന് കിട്ടുന്ന പണത്തിന് വേണ്ടി. യു ആർ ഓൾവേസ് ആഫ്റ്റർ മണി മണി മണി. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചത്. पैसों के लिए की इसने शादी ना And you will regret very badly. वही आ गया उसको लेने। खड़ा എന്തായിരുന്നു പ്രിയയുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം? സത്യം പറഞ്ഞാൽ എനിക്കും വ്യക്തമായിട്ട് അറിയാം. അധികം താമസിയാതെ തന്നെ ഞങ്ങളുടെ കുടുംബാന്തരീക്ഷം മാറി തുടങ്ങി. ഒന്നെനിക്ക് ഉറപ്പുണ്ട്, അവർ തമ്മിൽ ഒരു മത്സരമായിരുന്നു. എന്റെ അച്ഛനും അമ്മയും തമ്മില് മിക്കവാറും വഴക്കുണ്ടാവാറുണ്ട്. കുറച്ച് കഴിയുമ്പോ അമ്മ മാറി നിന്ന് കരയും. പിന്നെ വരെ വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്ത് കാരണത്തിന്? ഇതേ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. But I think I found ഇടയിൽ സ്നേഹം ഉണ്ടായിരുന്നില്ല. അല്ല, അപ്പൊ താനിഞ്ഞ് ഓസ്ട്രേലിയക്ക് മടങ്ങി പോകുന്നില്ലേ? എനിക്കൊട്ടും താല്പര്യമില്ല. हाँ यही रहना चाहती है इंडिया में ഒരേ വള്ളത്തിലിരുന്ന് എതിർദിശയിലേക്ക് തുഴയുന്നവരെ നമ്മൾ. അല്ല, സുഖമായി ജീവിക്കാൻ സൗകര്യമുള്ള മനു എന്നത്തേക്ക് പോകുന്നത്. എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് പണം ഉണ്ടെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ നാട് തന്നെയാണ് നല്ലത്. കഴിയുന്നതാ. പ്രിയക്ക് പഴഞ്ചൊല്ലൊക്കെ അറിയാമോ? किसकी गाड़ी है? എൻ്റെ മുത്തശ്ശി उसके പഠിപ്പിച്ചതാ. पापा की പഴഞ്ചൊല്ലിന്റെ ഒരു നീ വീണ്ടും തല്ലുണ്ടാക്കിയല്ലേ? ആരാ എനിക്കറിയില്ല, ഈ നാട്ടിലുള്ളവരല്ല. അറിയില്ലല്ലേ? അതിന് മറുപടി ഇവൻ പറയില്ല. കുട്ടി വിചാരിക്കുന്ന പോലെ കുട്ടിയെ സഹായിക്കാനൊന്നും അല്ല ഇവൻ ഇങ്ങോട്ട് കൂട്ടി വന്നത്. അത് ഇവനും എന്നിട്ടിപ്പോ പ്രമോഷൻ മാത്രം പോരാ, ഇവനെ ഉടനെ അമേരിക്കയിലേക്ക് അയക്കണമെന്നുള്ള പുതിയ ഡിമാൻഡിനെ ചൊല്ലി ഇവനും മാത്യുവും തമ്മിൽ വഴക്കായി. എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായത്. അയാള് വിശ്വസിക്കല്ലേ? പിന്നെ ഞാൻ ആരെ വിശ്വസിക്കണം? ഈ കള്ളത്തരം മുഴുവൻ കാണിച്ച നിന്നെയോ? ഇതുവരെ നീ ചെയ്തതെല്ലാം ഞാൻ ക്ഷമിക്കും, പക്ഷെ ഇത് ക്ഷമിക്കാൻ എനിക്ക് സാധിക്കില്ല. സത്യസന്ധമായി അധ്വാനിച്ച് ഞാൻ കഴിവേട്ടവനാണ്, ഭീരുവാണ്, ചതിയനാണ്. പക്ഷെ എന്നെ അങ്ങനെ ആക്കിയത് ആരാ? നിങ്ങളാ. अभी जाने में नहीं दिया उसे बाहर ना ഒരു यूजर्स ജോലിക്ക് बोल വിടാതെ रहे हैं നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മാത്രം അനുസരിക്കുന്ന ഒരു പാവയിട്ട് ഇവിടെ എങ്ങനെ കെട്ടിയിട്ടു? ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയത് ബോംബെയിലേക്ക്. ഇവരുടെ കീഴിൽ കഴുതപ്പോലെ ചത്ത പണിയെടുക്കുണ്ടാവുന്ന അപമാനവും വേദന കണ്ട് സന്തോഷിക്കാൻ വേണ്ടിട്ട് തന്നെയാ. പക്ഷെ ഞാൻ നന്നാവില്ല. निकाल दी उसने सारी बढ़ा दोनों। എനിക്ക് നിങ്ങളെ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എനിക്ക് നിങ്ങളെ അത്ര വെറുപ്പാ. अरे 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 इतनी बड़ी बात कैसे बोल सकता अपने पापा को? क्योंकि उसके पापा ने कभी उसे वैसे समझा नहीं ना. ഈ അച്ഛനോട് ക്ഷമിക്കും പോലെ. നിന്റെ മനസ്സിൽ എന്നോട് ഇത്ര വലിയ ശത്രുത ഉണ്ടായിരുന്നെന്ന് ഈ അച്ഛൻ താങ്ങായി എന്നും എന്റെ മോൻ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. हाँ उसके पापा की भी तो कुछ एक्सपेक्टेशन रही होंगी उससे. उसने हाँ, पर उन्होंने उसके ड्रीम्स को भी मतलब वो नहीं किया ना, सपोर्ट नहीं किया. നീ പറഞ്ഞതാണ് ശരി.
നീ ചെയ്തു കൂട്ടിയതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഒരു പക്ഷേ മോള് ചെയ്തതൊക്കെ എന്തിനെന്ന് ഈ അച്ഛന് മനസ്സിലാവും. അവരെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. മോളും അവരെ ചതിച്ചു എന്നറിഞ്ഞ ഞങ്ങൾക്ക് ഭാഗ്യമില്ല. ഇല്ല, നീയാണ് എന്റെ ശക്തി. അതുകൊണ്ട് എനിക്കെന്റെ പഴയ से पूरा रोज में लगी हो जा रहे हो? അറിയില്ല മോള് തന്നെ പോകുന്നെന്ന്. എന്താ മോളെ പ്രശ്നം? നിങ്ങൾ കരുതുന്നത് പോലെ अबे ഞാൻ കാരണം മനു നിങ്ങളുമെല്ലാം ഒത്തിരി വിഷമിച്ചു. എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ चली जा रही फिर से. अच्छा മോളെ മുത്തശ്ശി ഒന്നും പറ you all and thank you so much for all the wonderful memories. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? वो भी नहीं चाहते ना, वो जा रहे. ആ കുട്ടി ഈ വീട്ടിലേക്ക് വന്നത് ഞാൻ കണ്ടിട്ടില്ല. वो कहाँ है? मनु कहाँ है? पता नहीं क्या अब आयो? ये तो रहा. क्या लेके आए? लेटर वो निकल गई ना. ബട്ട് വൈ പ്രിയ വൈ രാജിവെച്ച് പോകാൻ മാത്രം എന്താ പ്രശ്നം? अच्छा वो रिजाइन भी कर रही है. कहाँ जाएगी फिर? अच्छा अमेरिका, ऑस्ट्रेलिया. കൺസിഡറേഷൻ എനിക്ക് ഈ പ്രൊമോഷൻ വേണ്ട, അത് മാത്യുവിന് കൊടുത്തേക്ക്. ഐ റിയലി നീഡ് എ ചേഞ്ച്. ഐ വാണ്ട് ടു ക്വിറ്റ്. റിയലൈസ് ദാറ്റ് ദിസ് ഇസ് നോട്ട് മൈ തിങ്. എല്ലാവർക്കും ജീവിതത്തിൽ പ്രയോറിറ്റീസ് അല്ലേ സർ? ഫോർ സം ഇറ്റ്സ് മണി, ചിലവർക്ക് ഹെൽത്ത്. താങ്ക് യു വെരി മച്ച്. സിസ്റ്ററുടെ കല്യാണത്തിന് हाँ, कितने प्यार से बात कर रही है. ബൈ. वही पहली बार देख रही हूँ उसका स्वरूप. അത്ര പറഞ്ഞിറങ്ങാണല്ലേ. നാടകമായിരുന്നെങ്കിൽ കൂടി കുറെ നാൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചവരല്ലേ നമ്മള്. കൊണ്ടാണ് പ്രിയ മടങ്ങി പോകുന്നതെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ശരി. ഒരു വെള്ളത്തിലിരുന്ന് എതിർ ദിശയിലേക്ക് തുഴയുന്നവരാ നമ്മളെന്ന്. മനുവിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഞാൻ ഒന്നെൻ്റെ അച്ഛൻ്റെ സ്നേഹം, പിന്നെ ഈ നാടിൻ്റെ മഹത്വം. ഇത് രണ്ടും എനിക്ക് മനസ്സിലാക്കി. ऑस्ट्रेलिया स्टाइल में बोलेगा. हाँ Will you marry me? I'm sorry. Sorry. അത് ശരി, അപ്പൊ ഇതാണല്ലേ ഓസ്ട്രേലിയൻ സ്റ്റൈൽ. अच्छा माय हस्बैंड. हाँ. ये तो जॉस है. तो यहाँ पर ये फिल्म खत्म होती है. माय बॉस मलयालम फिल्म थी और काफ़ी अच्छी फिल्म थी. कॉमेडी भरपूर थी इसमें. कैसे वो बॉस से हस्बैंड बना. भले स्टोरी थोड़ा सा सिंपल थी लेकिन कॉमेडी काफ़ी अच्छी थी. सिंपल थी पर मैंने ऐसी स्टोरी कभी देखी नहीं है. हाँ, इस टाइप की मूवी देखी इस नहीं टाइप मैंने. की मूवी बहुत कम देखने को मिलती है. हाँ मतलब फिल्म एंटरटेनिंग थी और कॉमेडी सीन्स काफ़ी सारे थे इसमें. स्टार्टिंग से लेकर एंडिंग तक कॉमेडी. लव स्टोरी भी हो लव गई थी स्टोरी. वो हाँ, एंडिंग में. एंडिंग. मतलब मज़ा आया फिल्म को देखने में. और इसमें जो मतलब एक्टिंग है, जो इसमें लीड रोल में है, दिलीप. हाँ, और जो एक्ट्रेस इसमें, मतलब दोनों की एक्टिंग बहुत ही कमाल की थी, बहुत ही अच्छी थी. हाँ. और फिल्म मतलब स्टार्टिंग से ही वो गई थी ना, काफ़ी ज़्यादा इंटरेस्टिंग
होने लग गई थी। हाँ जैसे जैसे आगे ऑफिस बढ़ती में थी। एंटर किया था वो, हाँ तब से ही कॉमेडी शुरू हो गई थी। जिस हिसाब से मतलब उसका एटीट्यूड था, अग्रेसिव थी ऑफिस में, सब उससे इतना डरते थे। हाँ, तभी तो सब शॉक हो रहे थे उसे देख के जब उसने कहा कि मैं मतलब उनके असिस्टेंट के तौर पे काम हाँ, मतलब उसको अपॉइंटमेंट लेटर मिला है। हाँ, तो इसीलिए सब उसे मतलब ऐसे देख रहे थे ना। कि मतलब कैसे रहेगा उसके अंडर वो, क्योंकि उसके साथ तो कोई भी मतलब रह नहीं सकता था, इतनी वो थी वो। सबके सब डरते थे ना और उससे। किया उसने बहुत परेशान नहीं किया, मन्नू को भी कितना परेशान किया, लेकिन वो था उसमें क्योंकि उसने अपने पापा के अंडर भी काम किया था। वो बोल नहीं रहा था लास्ट में कि इनका भी असिस्टेंट था और इसका भी तो उसको पहले से एक्सपीरियंस था, 8 सालों का एक्सपीरियंस था उसको। 8 साल तक उसने अपने पापा के अंडर काम किया था। वहाँ जाके उसने इंटरव्यू बोला मैं 8 साल तो कुछ नहीं करता था। फैमिली कंडीशन थोड़ा वैसी थी इस वजह से। और जबकि फैमिली उसकी ठीक ठाक थी। नहीं उसने ये बोला था फैमिली प्रॉब्लम की वजह से। फैमिली प्रॉब्लम, अब प्रॉब्लम ये वाली थी कि उसके पापा मतलब उसके ड्रीम्स को सपोर्ट नहीं करते। वो बाहर जाना चाहता था, अपने सपनों को पूरा करना चाहता, लेकिन उसके पापा चाहते थे कि हाँ मतलब उसके पापा चाहते थे ना घर कि में यही मेरे साथ ही काम करे, खेती करे, उनका बिजनेस संभाले। हाँ तो यही प्रॉब्लम थी उसकी, फैमिली प्रॉब्लम। और वो फॉरेन जाना चाहता था, काम करना चाहता था। हाँ फिल्म की कहानी काफी इंटरेस्टिंग थी और बहुत मजा आया मूवी को देख के। और जो इसका फर्स्ट हाफ था वो भी मतलब काफी अच्छा था। फर्स्ट हाफ, जिस सेकंड तरह हाफ से मतलब हाँ मतलब सेकंड हाफ भी अच्छा था, पर सेकंड हाफ थोड़ा डिफरेंट हो गया था। फर्स्ट हाफ तो ये था कि उसमें ऑफिस का था सारा, हाँ और पूरा मुंबई का था, और सेकंड हाफ में उनके गांव का था पूरा। हाँ फिर सेकंड हाफ में तो वो हो गया था, फिर सारे गांव के सीन थे और जिस तरह से उसमें चेंजेस आए थे कैसे काम मतलब वो करवा रहा था वो पूरा मतलब बदला ले रहा था जो हाँ। मतलब सेकंड हाफ में पूरा अपोजिट हुआ। जैसे फर्स्ट हाफ में प्रिया ने उसको परेशान किया, तो सेम परेशान किसने किया, उसने किया। वो मतलब एक भी मौका नहीं छोड़ रहा था हाँ उसको परेशान करने का। हाँ और घर के सारे काम करवा रहा था क्योंकि वो चाहता था कि अच्छी इसकी इमेज अच्छी बने। हाँ। और लास्ट में उसने नहीं पर उस चीज का बेनिफिट भी ले रहा था ना। हाँ बेनिफिट तो ले रहा था उसको परेशान करके, जिस हिसाब से उसको पैदल लाया था कि हमारे यहाँ गाड़ी नहीं जाती। हाँ, वो सब जानबूझ के किया था। हाँ उसको परेशान करने। जिस तरह उसने मतलब उसने तो यही कहा था ना कि प्लेन से जाएंगे हम। हाँ उसने जानबूझ के ट्रेन से ले जाया उससे, रेल से ले। हाँ और फिर ट्रेन से ले जाने के बाद फिर इतना लंबा सफर, वो भी ऐसे नाव से, ऑटो से और पैदल तब जाके पहुंचे। उसने भी तो टॉर्चर किया था उसे। हाँ उसी का बदला लिया, उसी चीज का बदला ले रहा था ना। बाकी दोनों की केमिस्ट्री अच्छी लगी। हाँ अच्छा लग रहा था दोनों। पहले जिस तरह से झगड़ा हो रहा था, नोक झोंक देखने में, और ऑफिस में जिस तरह से वो बिहेव कर रही थी। हाँ पहले कैसे थी यार प्रिया, इतनी खूंखार, डेंजरस, टेंशन रहता था, कैसे डरे हुए रहते थे वो। टेंशन भी नहीं था, उसका नेचर वैसे था। एक तो उसके पेरेंट्स सेपरेटेड थे, तो शायद उसकी वजह से वो थोड़ा मतलब वैसे रहते थे। उसकी जिंदगी में प्यार नहीं था। हाँ प्यार नहीं था। और बाकी पेरेंट्स की वजह से भी वो दुखी थी, जिस हिसाब से वो मतलब बोल तो रही थी कि मैं अनाथ के जैसे ही रही हूँ बचपन से, पेरेंट्स होने के बावजूद भी, भले वो ऑस्ट्रेलिया में रही है। तो उस चीज का पड़ता ना बच्चों पे अफेक्ट पड़ता है कहीं ना कहीं। तो बाकी फिर उसके पापा थे जो, उसके पापा वैसे थे। अरे उसके पापा थोड़े सैड थे ना थोड़ा, मतलब उसको देख के नाराज थे, वो नहीं चाहते थे वो बाहर जाए, उस वजह से थोड़ा। बाकी फिर एडजस्ट हो ही गई थी वो लड़की भी वहाँ। हाँ नहीं मतलब अच्छा लगा वहाँ उसे, अच्छा इसलिए लगा ना क्योंकि उसने इस तरह का माहौल कभी देखा नहीं था। इस तरह से मतलब फैमिली में जिस तरह से उसके फैमिली मेंबर उसे मतलब वो ट्रीट करते थे, प्यार करते थे, तो वो सब उसने पहले महसूस नहीं किया था। तो इसलिए उसे वहाँ अच्छा लगने लगा था ना। कि वो चीज़ उसके लिए एकदम से मतलब एक स्पेशल चीज़ थी जो उसने मतलब जिस तरह का माहौल उसने कभी देखा नहीं ना। तो उसकी फैमिली की तारीफ भी की उसने, है ना। इसलिए पूरी तरह से चेंज हो गई थी ना वो। जब वो जिस चीज़ की उसे मतलब ज़रूरत थी, वो चीज़ जब उसे उस फैमिली में आके मिली, तो तब उसका जो पूरा नेचर था वो बदल गया था। तो मतलब ओवरऑल मूवी काफ़ी अच्छी है, एंटरटेनिंग है और
कॉमेडी बहुत सारी इसमें है, इसलिए काफ़ी मज़ा आता है फिल्म को देखने में। बोरिंग नहीं लगती कहीं पे और भी। दिलीप कुमार की जो एक्टिंग है ना, जिससे कॉमेडी करते हैं ना, हाँ बहुत अच्छी करते हैं, अच्छा लगता है उनको देख के ना। हाँ इससे पहले वाली फिल्म जो हमने देखी थी हाँ उसमें भी मतलब काफ़ी अच्छी कॉमेडी की हुई थी उन्होंने, और इसमें भी काफ़ी अच्छा रोल था उनका, इसमें भी वैसे ही रोल था फनी से ना। हाँ, बस लास्ट में था थोड़ा सीरियस, बाकी ओवरऑल पूरा फनी रोल था उनका। मतलब एक्टिंग वो काफ़ी अच्छी करते हैं, कॉमेडी में हो या फिर चाहे सीरियस रोल भी हो, जहाँ पे आखिर में नहीं था जब उसके पापा और उसके बीच में जब वो होता है बहस होती है, तो सीरियस जहाँ पे एक्ट करने के लिए आया तो वहाँ पे भी काफ़ी अच्छा किया उन्होंने। और बाकी जिन्होंने प्रिया का रोल प्ले किया है उन्होंने भी काफ़ी मतलब अच्छी की एक्टिंग, मतलब लग रहा था कि जैसे बहुत ही स्ट्रिक्ट बॉस है। अब वैसे इसमें मतलब दिक्कत थोड़ा उस वजह से हो रही थी ना, क्योंकि सबटाइटल वैसे वाइट उसमें लिखे आते हैं, बीच में दिखते नहीं, और वो इसमें ज़्यादातर बैकग्राउंड वैसा था वाइट, बहुत सारी जगहों में वाइट ना, तो उस वजह से दिख नहीं रहा था, सबटाइटल दिखते नहीं है तो स्टोरी फिर समझ कहीं में पे समझ नहीं आ रहा था कि क्या बोल रहे हैं। बाकी ओवरऑल फिल्म अच्छी है। आपको वीडियो कैसा लगा आप हमारे कमेंट सेक्शन में लिख सकते हैं। अगर आपको वीडियो पसंद आता है तो लाइक कीजिए, शेयर कीजिए और चैनल को जरूर सब्सक्राइब कीजिए। मिलेंगे नेक्स्ट मूवी के साथ। थैंक यू सो मच। थैंक यू सो मच। थैंक्स फॉर वॉचिंग।